എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ചക്ക ഉടച്ചതും ചൂര മീനിൻ്റെ തലയും കൊണ്ടുള്ള കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചൂര തലയും അതിൻ്റെ മുള്ളും എല്ലാം കൂടെ ചേർത്ത് 1 കിലോയുടെ അളവാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഒരു 3-4 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതൊരു വലിയ ചൂര, 8 കിലോ വലിപ്പമുള്ള ചൂരയുടെ തലയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത 1 കിലോയുടെ അളവാണിത്. തലയുടെ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ മീനും ഇറച്ചിയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അതിൽ ബ്ലഡൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇതിൽ മീനിൻ്റെ കഷ്ണങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം തലയുടെ തന്നെ കഷ്ണങ്ങളാണ്. അതിനുള്ളിലുള്ള മീനും കൂടി ചേർത്താണ് എടുത്തിരിക്കുന്നത്. 4-5 തവണ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ തലക്കറി തന്നെ പല തരത്തിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. ചിലത് പുളി വയ്ക്കാറുണ്ട്, ചിലർ തേങ്ങ അരച്ച് ഒക്കെ വയ്ക്കും. അപ്പം പല രീതിയിൽ നമുക്കിതിനെ തയ്യാറാക്കിയെടുക്കാം. കപ്പയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇത് നമുക്ക് പുളി വെച്ചെടുക്കുന്നതാണ് നല്ലത്. ഇവിടെ ചക്ക ആയതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിയാക്കി എടുത്തത്. അപ്പോൾ ഉപ്പിട്ട് ഏകദേശം ഒരു 5 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4-5 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരുപാട് അരയാത്ത രീതിയിൽ അരച്ചെടുക്കാം. തലക്കറിക്ക് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അരയരുത്. നമ്മൾ അവിയലിനൊക്കെ അരച്ചെടുക്കുന്ന ആ പരുവം മതിയാകും. ഇനി അരച്ചെടുത്ത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് അതിലേക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് അടുപ്പിൽ വെച്ച് കൊടുത്ത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മാങ്ങയും തക്കാളിയും എല്ലാം കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഒരു മാങ്ങയും ഒരു തക്കാളിയും ഒരു 4 ഉണ്ടമുളകുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം മുരിങ്ങക്ക ഉണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. ഇതെല്ലാം കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങയ്ക്കയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു മണമാണ്. തക്കാളി മാങ്ങയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കറിക്ക് ഉണ്ടമുളക് തന്നെ ചേർത്ത് കൊടുക്കണം. മറ്റേ നമ്മൾ സാധാ പച്ചക്കറി മുളക് ഇട്ട് കൊടുത്താൽ അതിനൊരു മണം കിട്ടുകയില്ല. അപ്പോൾ അതെല്ലാം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്ത് വയ്ക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്കയും മാങ്ങയും ഉണ്ടമുളകും തക്കാളിയും എല്ലാം ആ സമയത്ത് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം തലയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരുപാട് ലൂസായിട്ടുള്ള കറിയല്ല, അവിയൽ പരുവത്തിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രേവി കുറച്ചേ കാണുകയുള്ളൂ. അപ്പം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി മൂടി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലതുപോലെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കറി തിളച്ച് ഏകദേശം ഒരു 5 മിനിറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് മൂടി തുറന്നത്. അപ്പോൾ ഏകദേശമൊക്കെ ഒരു 1/4 പരുവത്തോളം കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി തുറന്ന് നോക്കാം. അപ്പോഴേക്കും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ചൂരത്തല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചക്ക വേവിച്ചെടുക്കാം. അതിനുവേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക അരിഞ്ഞെടുക്കുമ്പോൾ അതിലെ കൂടെ കുറച്ച് ചക്കക്കുരുവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചക്കയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 5 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് ചക്കയുടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ആ മിക്സി കഴുകി ഒരു ശകലം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരപ്പെല്ലാം ചക്കയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. പിന്നീട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒരു വിസിലേകുമ്പോൾ തീ ഓഫ് ചെയ്ത് എടുക്കാം. കുക്കറിനുള്ളിലെ പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഇതേപോലെ തുറന്ന് നമുക്കിതിനെ ഉടച്ചെടുക്കാം. കുക്കറിൽ വെച്ച് ഉടച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചക്ക തയ്യാറായി കിട്ടും. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ചക്കക്കുരു കഷ്ണങ്ങളും കാണും. അതിന് നമുക്കിതൊരു കുഞ്ഞൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചക്കയും റെഡിയായി കഴിഞ്ഞു. സൂപ്പർ കോമ്പിനേഷനാണ്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈ ഒരു രീതിയിൽ ചക്ക ഉടച്ചതും ചൂരമീനിൻ്റെ തലയൊക്കെ കിട്ടുന്ന സമയത്ത് കറി വെച്ച് നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് കൂർക്ക അഥവാ ചീവക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം ചീവക്കിഴങ്ങ് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് വേവിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് അത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചീവക്കിഴങ്ങിനുള്ളിലേക്ക് മുളകും മഞ്ഞളും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. തേങ്ങ നല്ലതുപോലെ മൂത്തൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ട് ഏകദേശം 1 മിനിറ്റോളം ഇതൊന്ന് വരട്ടി കൊടുക്കാം. അത് മസാലയുടെയൊക്കെ പച്ചമണം എല്ലാം മാറി ഈ സമയമാകുമ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന ചീവക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈയിലാക്കിയിട്ടതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് വരട്ടിയെടുക്കാം. കുറച്ചധികം സമയം ഇങ്ങനെ ഇട്ട് വഴറ്റി കൊടുക്കേണ്ടി വരും. എത്രത്തോളം ഇത് ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടും. ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ചീവക്കിഴങ്ങ് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുത്തായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് ചീവക്കിഴങ്ങ് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചീവക്കിഴങ്ങ് കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് പഴുത്ത മാങ്ങ കൊണ്ടുള്ളൊരു അച്ചാറാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 10 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്ന് തൊലി എടുത്ത് കളയണം. ഇത് തൊലിയാണെങ്കിൽ കത്തി കൊണ്ട് ചെത്തിയെടുക്കുന്ന സൈസല്ല, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് ഇളക്കിയെടുക്കുന്ന സൈസ് മാങ്ങയാണ്. ഇതേപോലെ മാങ്ങയെല്ലാം നമുക്ക് കൈ കൊണ്ടൊന്ന് തൊലി എടുത്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇത് പുളിപ്പും മധുരവും കൊണ്ടുള്ള മാങ്ങയാണ്. അപ്പോൾ ഈ സൈസ് മാങ്ങ വേണം ഈ അച്ചാറിന് വേണ്ടി എടുക്കാൻ. ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തൊലി കളഞ്ഞെടുത്ത മാങ്ങയെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ മാങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മാങ്ങ എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ മാങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് 4 വിസിൽ കേൾപ്പിക്കാം.
4 വിസിലിന് ശേഷം കുക്കർ തുറന്ന് കൊടുക്കാം. അപ്പോഴത്തേക്കും മാങ്ങ നന്നായിട്ട് പരുവമായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി കുക്കറിൽ കാണാം, അത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി അച്ചാറിടാനുള്ള പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളിടുമ്പോൾ ഫ്ലെയിം നന്നായി സിമ്മിലാക്കി വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് അച്ചാറിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സമയമെല്ലാം ഫ്ലെയിം നന്നായി സിമ്മിലായിരിക്കണം. ഈ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് മാങ്ങയുടെ കൂടെയുള്ള ആ വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റോളം മാങ്ങ നന്നായി ഇതിലിട്ടൊന്ന് ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മാങ്ങ ഇതിൽ കുറച്ച് ചാറുണ്ടെങ്കിൽ ചോറുണ്ണാൻ പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.